ഈ രൂപം ആരുടേതാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. പപ്പാഞ്ഞി, ക്രിസ്മസ് പാപ്പ, സാന്താക്ലോസ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന നമ്മളുടെ പ്രിയപ്പെട്ട പപ്പാഞ്ഞി. ഈ ഒരു രൂപം കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് സ്വാഭാവികമായിട്ടും ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ സമ്മാനങ്ങളുടെയൊക്കെ ഓർമ്മകൾ വരാറുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ഇതാരാണെന്ന് നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ നാം അടിവരയിട്ട് എഴുതേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ വ്യക്തിയുടെ പേര് നിക്കോളാസ് എന്നാണ്. AD 270 ഇന്നത്തെ തുർക്കിയിൽ, അന്ന് പത്താര എന്നറിയപ്പെടുന്ന തുർക്കിയിലെ ഒരു പ്രദേശത്ത് ജനിച്ച് 73 വയസ്സുവരെ ഈ ലോകത്ത് ജീവിച്ച് ഒരു മെത്രാനായി മരണമടഞ്ഞ് ഇന്ന് കത്തോലിക്ക സഭ പരസ്യമായി വണങ്ങുന്ന വിശുദ്ധ നിക്കോളാസാണ് നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട പപ്പാഞ്ഞി, ക്രിസ്മസ് പാപ്പ, സാന്താക്ലോസ്. എങ്ങനെയാണ് ഈ നിക്കോളാസ് പപ്പാഞ്ഞിയായത്? അത് അറിയുന്നതിന് മുമ്പ് ഈ നിക്കോളാസിൻ്റെ ജീവിത വിശുദ്ധിയെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നിക്കോളാസ് ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ നിക്കോളാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവർ അറിയാതെ അവരെ സഹായിക്കുക എന്നതാണ്. അതിന് ഉപോത്ബലകമായിട്ടുള്ള ഒരു ചരിത്ര സംഭവം വിശുദ്ധൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു കുടുംബത്തിൽ 3 പെൺകുട്ടികൾ ജീവിച്ചിരുന്നു. അവർ വിവാഹപ്രായം എത്തിയപ്പോൾ അവരെ വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് സാമ്പത്തികമായി വളരെയധികം പിന്നോക്കാവസ്ഥയിലുള്ള ആ കുടുംബത്തിന് സാധിച്ചില്ലെന്നാണ് പറയുന്നത്. ആ കുടുംബത്തിലെ മാതാപിതാക്കൾ വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയ നിക്കോളാസ് രാത്രിയുടെ മറവിൽ അവർ പോലും അറിയാതെ ആ കുടുംബത്തിലേക്ക് സ്വർണ്ണക്കട്ടകൾ സമ്മാനമായിട്ട് കൊടുത്തു എന്നാണ് പറയും. പല തവണകളിലായി ആ കുടുംബത്തിലേക്ക് സമ്മാനത്തിൻ്റെ അല്ലെങ്കിൽ സ്വർണ്ണ സമ്മാനങ്ങൾ വന്ന് വീഴുന്നതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു. ഈ ഒരു ചരിത്ര സംഭവമാണ് ഈ നിക്കോളാസിനെ ഇത്രമാത്രം ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് പ്രേരിപ്പിച്ചത്.